ഈ അവതാര പുരുഷന്മാരായിട്ട് പറയുന്ന ഈ കൊണ്ടോട്ടി തങ്ങന്മാർ ഓല് പറയണത് ഒരു പടച്ചോന്റെ അവതാരാണെന്നാണ്. അപ്പോ അവരെ മുന്നിൽ ആളുകളോട് സുജൂദ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എന്താ പ്രശ്നം? ഓൽക്ക് പ്രശ്നമല്ല അതിൽ. കാരണം എന്താ? അള്ളാന്റെ മുന്നിലാണ് സുജൂദ് ചെയ്യേണ്ടത്. ഈ വന്നിരിക്കുന്ന ഇവരാരാണ്? ഇത് അള്ളാഹുവിന്റെ അവതാരങ്ങളാണ്. അതുകൊണ്ട് അവരുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ഓല് നിസ്കരിക്കേണ്ടതില്ല. കാരണം എന്താ? ഓല് അള്ളാഹാണെന്നാണ് ഓല് വിചാരിക്കുന്നത്. അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കേണ്ടതില്ല. നഊദു ബില്ലാഹ് വല്ലാഹുൽ മുസ്തആൻ. ഗൗരവമുള്ള വാക്കുകൾ തന്നെയാണ്. ഇതിനെതിരെ അന്ന് ഇവിടെ ഉണ്ടായിരുന്ന പൊന്നാനിക്കൈക്കാർ അറബിയിലുള്ള കവിതകളിലൂടെ ചെറുത്തു നിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹറാമുൻ സുജൂദുൽ ഖൽഖി ലിൽ ഖൽഖി യക്ഫുറു. ഒരു മനുഷ്യന് മുന്നിൽ സുജൂദ് ചെയ്യുക എന്നുള്ളത് അത് ഹറാമാണ്, കുഫറാകുന്ന കാര്യമാണ്. ബിഹി ബിർതിദാദിൻ ഫഹുവ ഫി ദംബി യക്ഫുറു. അത് കാരണം അവൻ മുർത്തദാവും കാഫിറാകും. ഫസാജീദു മഖ്ലൂഖിൻ വലൗലി നബിയിന. ഫസാജീദു മഖ്ലൂഖിൻ, ഒരു മഖ്ലൂഖിന് സുജൂദ് ചെയ്യുക എന്നുള്ളത് വലൗലി നബിയിന, അത് നബിക്ക് മുന്നിലായിരുന്നാലും, ഇലാ കഅബത്തിൻ, അത് കഅബക്ക് വേണ്ടിയായിരുന്നാലും, യഅസീ ബിഹി വയക്ഫുറു, അത് കാരണം അവൻ ചെയ്യുന്നത് അക്രമമാണ്, അനുസരണക്കേടാണ്, കുഫറാണ് എന്ന് നമ്മുടെ നാട്ടിലെ അന്നുണ്ടായിരുന്ന പൊന്നാനിക്കൈക്കാരായ പണ്ഡിതന്മാർ പാടി പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഖേദകരമെന്ന് പറയട്ടെ, ഈ പൊന്നാനിക്കയ്യെ കൊണ്ടോട്ടിക്കൈ അതിജയിക്കുകയും ഇങ്ങനെയുള്ള ഖബർ ആരാധനയും ശിർക്കൻ വിശ്വാസങ്ങളും ഖബർ പൂജയും തുടങ്ങിയുള്ള തെറ്റായ ആശയധാരകളും നമ്മളുടെ നാട്ടിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ഈ രീതിയിലെല്ലാം പാട്ടിന്റെ വരികളായിക്കൊണ്ട് മറ്റു രീതിയിലെല്ലാം ഈ സൂഫിസം, പച്ചശിർക്കിന്റെയും കുഫറിന്റെയും ആശയധാര നമ്മളിലേക്ക് കടന്നു വരാൻ, നമ്മളുടെ ചെറുപ്പത്തിന്റെ വിശ്വാസത്തെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് നിലപാടെടുക്കുവാൻ സാധിക്കേണ്ടതുണ്ട്.